നമ്മുടെ സൂപ്പർ നായകന്മാർ വിജയങ്ങൾ കൊയ്തുകൊണ്ട് ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മലയാളത്തിൽ മോഹൻലാൽ ആണെങ്കിൽ അങ്ങ് തമിഴിൽ കമൽഹാസനാണ്. കമൽഹാസൻ അടുത്തിടെയാണ് ഒരു വമ്പൻ തിരിച്ചുവരവ് വിക്രം എന്ന ചിത്രത്തിലൂടെ നടത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിൽ നിന്നും വരാൻ പോകുന്ന സിനിമകൾക്ക് വലിയ പ്രതീക്ഷകളാണ്. ഇപ്പോഴിതാ തഗ് ലൈഫ് എന്ന ചിത്രവുമായി അദ്ദേഹം പ്രമോഷന് വേണ്ടി ഈ കേരളത്തിലും എത്തിയിരുന്നു. അപ്പോഴാണ് രസകരമായ മോഹൻലാൽ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. മോഹൻലാൽ ആണെങ്കിൽ വമ്പൻ വിജയം കൊയ്ത് ഗംഭീര ബോക്സ് ഓഫീസ് നേട്ടങ്ങൾ നേടി മോളിവുഡിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വമ്പൻ സിനിമകൾ വിജയങ്ങൾ. കൂടാതെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിലാണ് കമൽഹാസൻ അടക്കമുള്ള ടീം കേരളത്തിൽ എത്തിയത്. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ 65ാം പിറന്നാളായിരുന്നു. ഇതേ ദിവസം തന്നെയാണ് കമൽഹാസൻ മണിരത്നം ടീമിന്റെ തഗ് ലൈഫ് എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി അണിയറ പ്രവർത്തകർ കേരളത്തിലെത്തിയതും. ഈ വേളയിൽ മോഹൻലാലിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യവും അതിന് കമൽഹാസൻ നൽകിയ മറുപടിയും ശ്രദ്ധ നേടുകയാണ്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുവാനാണ് മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടത്. പിന്നാലെ അദ്ദേഹവുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് കമൽഹാസൻ വാചാലനായി. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ ഞാൻ അളിയ എന്ന് ഏറെ സന്തോഷത്തോടെയാണ് വിളിച്ചത്. അദ്ദേഹം എന്റെ അളിയനാണെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് അദ്ദേഹം സഹോദരനെ പോലെയാണ്. അളിയനായി പോയല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് ആശംസകളും നേർന്നു എന്നായിരുന്നു കമൽഹാസന്റെ വാക്കുകൾ. അളിയനല്ല അനിയൻ എന്ന രീതിയിലാണ് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഉന്നേപ്പോൾ ഒരുവൻ എന്ന സിനിമയിൽ മോഹൻലാലും കമൽഹാസനും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കമലിന്റെ തന്നെ തിരക്കഥയിൽ ഒരുങ്ങിയ സിനിമയിൽ കമ്മീഷണർ ഗോവിന്ദൻ മാരാർ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. ഏതായാലും വീണ്ടും ഇവർ ഒന്നിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. കമൽഹാസന്റെ സംവിധാനത്തിൽ ഒരു മോഹൻലാൽ സിനിമ ഒരുങ്ങുന്നു എന്ന റൂമറുകൾ അടുത്തിടെയാണ് പൊങ്ങി വന്നത്. ഇതിനൊന്നും ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. റൂമറായി തന്നെയാണ് നിൽക്കുന്നതും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും മലയാള സിനിമയിലേക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ മലയാള സിനിമ ചെയ്യണമെന്ന രീതിയിൽ കമൽഹാസന്റെ വാക്കുകൾ എത്തുന്നത്. എന്തായാലും ഭാവിയിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ പിറന്നേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് നായകന്മാരും ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയങ്ങൾ നേടി മുന്നേറുകയാണ്. ലോകേഷ് കനകരാജ് പോലുള്ള സംവിധായകർ തമിഴിൽ ഗംഭീര സിനിമകൾ ഒരുക്കുമ്പോൾ കമൽഹാസനെയും രജനീകാന്തിനെയും വെച്ച് ഒരു ഗാങ്സ്റ്റർ സിനിമ ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെ അടുത്തിടെ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിലും നമ്മുടെ വമ്പൻ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയും വെച്ച് അതുപോലുള്ള ഗാങ്സ്റ്റർ സിനിമകൾ ഒരുക്കുന്നതിനെ കുറിച്ചും നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട്. മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ അതിന്റെ ഏറ്റവും മാക്സിമം പോസിറ്റീവ് ലഭിച്ചാൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണെന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. മോഹൻലാലിനെ വെച്ച് ഗംഭീര സിനിമകൾ ഒരുക്കാനും അണിയറ പ്രവർത്തകരൊക്കെ താല്പര്യപ്പെടുന്ന അവസരമാണിപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊരു കോമ്പിനേഷനുകളൊക്കെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒരുമിച്ചെത്തിയാലൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഇതിനൊക്കെ ഒരു പ്രചോദനമാകുന്നത് തുടരും എന്ന ഒരു കൊച്ചു ചിത്രം തന്നെയാണ്. തുടരും എന്തുകൊണ്ട് ഇത്രയും വലിയ വിജയമായി എന്ന് തന്നെയാണ് എല്ലാവരുടെയും ചർച്ചകൾ. മോഹൻലാൽ ഇപ്പോഴും കേരളത്തിലെ മധ്യവർത്തി കുടുംബത്തിന്റെ പ്രതിനിധിയാണ്. അമ്മമാർക്ക് അയാൾ മകനായും, പെൺകുട്ടികൾക്ക് കാമുകനായും, ചേട്ടന്മാർക്ക് അയൽവക്കത്തെ പയ്യനായും, ചെറുപ്പക്കാർക്ക് തൊഴിൽരഹിതനായ തങ്ങളെ തന്നെ പ്രതിനിധീകരിക്കുന്ന മുഖമായും മോഹൻലാലിനെ കാണാൻ കഴിയുന്നു. നെക്സ്റ്റ് ഡോർ ബോയ് ഇമേജ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് മോഹൻലാൽ കഥാപാത്രങ്ങളിലൂടെയാണ്. എത്രയെത്ര അമാനുഷിക കഥാപാത്രങ്ങൾ ചെയ്താലും മുണ്ടുമടക്കി കുത്തി തോളും ചരിച്ച് നാട്ടിടവഴികളിലൂടെ ചെറുപുഞ്ചിരിയുമായി നടക്കുന്ന സാധാരണക്കാരനായ മോഹൻലാലിനെ കാണാനാണ് കൂടുതൽ പ്രേക്ഷകർക്കും ഇഷ്ടം. വെറും 4ാം ക്ലാസ്സുകാരനായ തനി നാട്ടിൻപുറത്തുകാരൻ ജോർജ് ഊട്ടി ഒക്കെ ഇത്രയ്ക്ക് ആഘോഷിക്കപ്പെടാൻ കാരണവും ഇതൊക്കെ തന്നെയാണ്. തുടരും അത്തരത്തിൽ കുറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിനെ ഒരു സാധാരണക്കാരനായി കാണാൻ കഴിഞ്ഞൊരു സിനിമയാണ്. ലാലേട്ടന് മാത്രം കഴിയുന്നൊരു അഭിനയത്തിന്റെ അസായാനത, ഇമോഷൻസ്, വേദനകൾ, പ്രതികാരം എല്ലാം ഒരുപോലെ കൺവേ ചെയ്തൊരു ക്യാരക്ടർ അല്ലെങ്കിൽ മൂവിയാണ്. ഏതൊരു മലയാളികളുടെയും ഉള്ളിലും ഉറങ്ങിക്കിടന്നൊരു ലാലേട്ടൻ ഫാനിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതൊക്കെ തന്നെ മതിയായിരുന്നു. അതിനാൽ ഈ മൂവി ആഘോഷിക്കപ്പെടുന്നത് പ്രായഭേദമന്യെയാണ്. തിയേറ്ററിന്റെ ആരവത്തിലേക്ക് ഒഴുകിയെത്തുന്നത് 6ഉം 60ഉം ആണ്. സിനിമയുടെ മെറിറ്റിന് മേലെ മോഹൻലാൽ എന്ന വികാരത്തെ നിറയ്ക്കാൻ പറ്റി എന്നതാണ് ഈ സിനിമയെ മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് തന്നെ അടയാളപ്പെടുത്തുന്നതിന് കാരണമാക്കി. തുടരുമെന്ന സിനിമ വിജയമാകുന്നതിന്റെ കാരണം അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറയാനുണ്ടായിരുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മോഹൻലാലിലേക്ക് നിരവധി അവസരങ്ങൾ വന്നു ചേരുന്നത്. അടുത്തിടെ സിനിമാക്കാർ പോലും പറയുകയുണ്ടായി മോഹൻലാലിനെ കാണാൻ ക്യാരവാന് ചുറ്റും വന്നിരിക്കുന്നത് ബോളിവുഡിൽ നിന്നുള്ള നിർമ്മാതാക്കളാണ് എന്ന്. മോഹൻലാൽ ഇത്ര വലിയ വിജയം സമ്മാനിക്കുമ്പോൾ അങ്ങ് ഹോളിവുഡിൽ നിന്ന് വരെ ആളെത്തും എന്നൊരു പഴമൊഴിയിലേക്ക് വന്നു ചേരുകയാണ്.